5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. ഇന്നിപ്പോൾ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. പാർട്ടി ആ തീരുമാനമെടുക്കുന്നത് എം ലോറൻസിന്റെ മൂത്ത മകനോട് നിലപാട് ചോദിച്ചുകൊണ്ട്. അല്ലാതെ പാർട്ടിക്ക് പ്രത്യേകിച്ച് എം ലോറൻസിന്റെ മൃതശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കണമെന്ന പ്രത്യേക താല്പര്യം ഉണ്ടാവേണ്ടതായി. ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം അത്തരത്തിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും ചേർന്ന് അവരുടെ കുടുംബം, അവരുടെ മക്കൾ എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു, പാർട്ടിയെ നടപ്പാക്കുന്നു. അങ്ങനെയാണല്ലോ. അല്ല, പാർട്ടിക്ക് പ്രത്യേകിച്ച് അത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ട ആവശ്യം എന്താണ് ആശ? ഇപ്പോൾ ഇവിടെ അപ്പോൾ അതിനോട് ആശയ്ക്ക് വിയോജിപ്പുണ്ടാകുന്നു. ആശ കോടതിയിലേക്ക് പോകുന്നു. കോടതിയിലേക്ക് പോകുമ്പോഴേക്കും കോടതി അത് കേൾക്കുന്നു. കോടതി കേൾക്കുമ്പോഴേക്കും നിയമപ്രകാരം തൽക്കാലം അത് മോർച്ചറിയിലേക്ക് മാറ്റുക എന്ന ശ്രീമതി ആശ ലോറൻസിൻ്റെ ആശങ്കയാണെങ്കിൽ ആശങ്കയ്ക്ക് ഒരു താൽക്കാലിക പരിഹാരം അവിടെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന കോടതി വിധികളിലൊക്കെ ഒരുപക്ഷെ ആശ ലോറൻസിന് ആവശ്യപ്രകാരവും കോടതി വിധി വരാമല്ലോ, മറിച്ച് വരാം കോടതിയുടെ തീരുമാനമാണ്. ശ്രീമതി ആശ ലോറൻസ് ഇന്നിപ്പോൾ ടൗൺ ഹാളിലേക്ക് പോകുന്നു. അവിടെ ഒരു കശവിശ പോലെ ഉണ്ടാകുന്നു. അവിടെ എം ലോറൻസിന് വേണ്ടി സഖാക്കൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആശ ലോറൻസ് CPM മുർദാബാദ് എന്നൊക്കെ വിളിക്കുന്നു. അതൊക്കെ അത് വേണ്ടിയിരുന്നു ആശ ലോറൻസ്? ഇല്ല, തോന്നിയിട്ടില്ല. ഞാൻ ഒന്നും കൂടി CPM മുർദാബാദ് എന്ന് ഇപ്പം ഞാൻ പറയണം. അവിടെ വെച്ച് എനിക്ക് എൻ്റെ ഒച്ചകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ സഖാത്തികളെ നിരത്തി നിർത്തി വെൽ ഓർഗനൈസ്ഡായിട്ട് അവർ നടത്തിയ പരിപാടിയാണ്. അതിലൊരു റിഗ്രഷനും ഇല്ല. അപ്പനറിയാം എനിക്ക് കമ്മ്യൂണിസത്തോട് ഇഷ്ടമില്ലാത്ത കാര്യം. എൻ്റെ അപ്പനെ വേട്ടയാടിയും വെട്ടി നിരത്തി അപമാനിക്കുകയെല്ലാം ചെയ്ത് അപ്പനെ അവസാന കാലത്ത് നോക്കിയെന്നും പറഞ്ഞ് ആ പൈസയുടെ കണക്ക് പറയുന്ന പാർട്ടിയെ മുർദാബാദ് എന്നല്ലാണ്ട് ഞാൻ എന്ത് വിളിക്കണം? ഞാൻ സിന്ദാബാദ് എന്ന് വിളിക്കണോ? പിന്നെ ആഷ്മി ഇപ്പൊ പറഞ്ഞു ആഷ്മി ഇടയിൽ പറഞ്ഞു ഞാൻ BJP പ്രവർത്തകയാണ്. ആഷ്മി എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു ആരോപണമൊക്കെ എന്റെ അടുത്ത് പറയണത്? ഞാൻ BJP അങ്ങനത്തെ ആരോപണം നടത്തി തരാൻ ഞാൻ സമ്മതിക്കില്ല. ആരായാലും ആഷ്മി ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ആഷ്മി കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യമാണ്. ആഷ്മി കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. ആഷ്മി BJP ചേർന്നില്ലല്ലോ. മകൻ BJP ചേർന്നോ? അതിന് തെളിവുണ്ടോ? ഈസ് എ സ്റ്റുഡന്റ്. BJP ചേർന്നോ? ഈ BJP കാരനാണെന്ന് പറയണമെങ്കിൽ മെമ്പറാണോ അവൻ? അവനൊരു BJP പരിപാടിക്ക് പോയപ്പോ തൊട്ടാണല്ലോ ഞങ്ങൾ ഈ സംഘപരിവാർക്കാരാണെന്ന് പറയണത്. അവൻ പോയെങ്കിൽ അത് അവന്റെ ഇഷ്ടമല്ലേ, അവന്റെ സ്വാതന്ത്ര്യമല്ലേ? ഒരു തർക്കമാക്കരുത്തില്ല. ഞാൻ പറഞ്ഞത് ശ്രീമതി ആശാ ലോറൻസ് BJP ചേർന്നാലും അദ്ദേഹത്തിന്റെ മകൻ BJP ചേർന്നാലും പ്രശ്നമില്ല. ചുറ്റിപ്പറ്റിയാണല്ലോ തുടക്കിയത്. സജീവന്റെ കൂടെ ഈ അരുൺ ആന്റണിയുടെ വീട്ടിൽ അപ്പം പോയി ആൺമക്കള് രണ്ടുപേരും ജീവിച്ചിരിക്കെ വല്ലവന്റെയും എവിടെയോ കിടക്കുന്ന ഒരുത്തന്റെ വീട്ടിൽ പോയി അപ്പന് അഭയം തേടാൻ എന്താണ് കാരണം ഉണ്ടായത്? എന്നിട്ട് സജീവന്റെ ക്ലാസ്മേറ്റ് രഘു മേനോൻ അന്വേഷിച്ച് നോക്കുക. ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്. സജിയുടെ കൂടെ എറണാകുളം ലോക്കലിൽ പഠിച്ച രഘുവിന്റെ നമ്പർ കണ്ടെത്തി രഘുവിനോട് ഞാൻ പറഞ്ഞു, അപ്പൻ ഇങ്ങനെ ഏതോ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയി കിടക്കുകയാണ്, ഇത് ശരിയല്ല, സജീവിനെ വിളിച്ചു പറ, നിങ്ങൾക്കും പാരൻസ് ഇല്ലേ, അമ്മ പോയി ഇനി അപ്പൻ അടുത്താണ്, അപ്പൻ എവിടെയോ പോയി കിടക്കുകയാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറയാന്ന് പറഞ്ഞു. രഘു ജീവിച്ചിരിക്കണ്ടേ? രഘുമേനോന്ന പേര്, നോർത്തിലാണ് വീട്. അന്വേഷിച്ച് നോക്ക് ഞാൻ പറഞ്ഞോ ഇല്ലേ എന്നുള്ളത്. എത്ര വർഷങ്ങളായി ഞാൻ പറയുന്നത് അപ്പന്റെ അമ്മയുടെയും കാര്യം. എനിക്ക് ഹെൽപ്ലെസ് ആണ് ഞാൻ ചില കാര്യങ്ങളിൽ, ഫിനാൻഷ്യലിയും അല്ലാണ്ടും എല്ലാം. പക്ഷേ ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് സജീവൻ എന്ന് പറയുന്ന താങ്കൾ ഈ പഴിക്കുന്ന ആൾ ഇതിലുള്ളിൽ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് സംശയിക്കാനുള്ള കാരണം താങ്കളുടെ വക്കീലെ ഹാജരാവുന്ന ആൾ കൃഷ്ണരാജ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന ഒരു അഭിഭാഷകനാണ്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം സംഘപരിവാർ BJP എന്നല്ല, അങ്ങേയറ്റത്തെ ഹാർഡ് കോർ ഹിന്ദുത്വ ലൈനിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചാൽ കൊടിയ വർഗീയവാദം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഭിഭാഷകനാണ്. എന്ന് പറഞ്ഞാൽ നമുക്കത് വായിച്ചിരിക്കാൻ കഴിയില്ല. ഏറ്റവും ഒടുവിൽ വാവരെക്കുറിച്ചൊക്കെ ശബരിമലയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ നിന്യാവസ്ഥ തോന്നുന്ന അതിൻ്റെ ആ വർഗീയതയുടെ ഏത് അളവിൽ പോകാൻ മടിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈ അഭിഭാഷകൻ എങ്ങനെ താങ്കൾക്ക് വേണ്ടി വന്നു എന്നതായിരുന്നു താങ്കളുടെ സഹോദരൻ്റെ ചോദ്യം, ആശാ ലോറൻസ്. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊന്നും എനിക്കറിയില്ല. കൃഷ്ണരാജ് ലോ അക്കാഡമിയിൽ പഠിച്ചതാണ്. മരിച്ചുപോയ എൻ്റെ നേരെ മൂത്ത ബ്രദർ എബിയുടെ ക്ലാസ്മേറ്റ് ആണ്. കൃഷ്ണരാജ് എൻ്റെ ഒരു സഹോദരനാണ്. എനിക്ക് അഡ്വക്കേറ്റ് മാത്രമല്ല, എനിക്ക് 2 സഹോദരന്മാരെ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ സഹോദര സ്ഥാനത്ത് നിന്ന് എന്നെ ഒരു സഹോദരിയെ പോലെ കാക്കുന്ന ഒരു വ്യക്തിയാണ് കൃഷ്ണരാജ് സാർ. അദ്ദേഹത്തിന്റെ ക്ലയൻസ് സജി എന്ന് ഏതോ ഇതിൽ പറയണ കേട്ടു, കൃഷ്ണരാജ് കുമ്മനം രാജശേഖരനെ അപ്പിയർ ചെയ്തു, സ്വപ്ന സുരേഷിനെ
അപ്പിയർ ചെയ്തു. സോ വാട്ട്, അതിനെന്താണ് തെറ്റ്? സജി ആർക്കൊക്കെ വേണ്ടി, ഏതൊക്കെ കള്ളന്മാർക്ക്, ഏതൊക്കെ വൃത്തികെട്ടന്മാർക്കും വേണ്ടി ചിലപ്പം ഇത് അപ്പിയർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ അല്ലല്ലോ എന്തായാലും കുമ്മനം രാജശേഖർ. ഒരു അഭിമാനത്തോടെ പറയാമല്ലോ കുമ്മനം രാജശേഖർ എൻ്റെ ക്ലയൻറ്റ് ആണെന്നോ എന്തെങ്കിലും പറയാമല്ലോ. എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും കൃഷ്ണരാജ് വക്കീലിന്റെ രാഷ്ട്രീയം എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ല. പക്ഷേ അദ്ദേഹം ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ആ വിശ്വാസമാണ് എനിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ എന്നെ എത്തിച്ചത്. ഈശ്വരനാണ്. ഒരു മനുഷ്യർ ഒരു മീഡിയേറ്ററിൽ നിന്നിട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ല. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു പരിചയപ്പെടുകയും കാണാൻ ചെല്ലുകയും ചെയ്തതാണ്. അപ്പോഴും അദ്ദേഹം എൻ്റെ ലോയർ ആകുമെന്നും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ക്ലയന്റ് ആകുമെന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, എനിക്കും അറിയാം, ഞങ്ങളുടെ മനസാക്ഷിക്കും അറിയാം. പിന്നെ എന്ത് കാര്യത്തിനാണ് എത്രയോ പേർക്ക് അറിയാം. പിന്നെ ഈ FB പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് FB പോസ്റ്റിന്റെ കള്ളത്തരം പറയുമ്പോൾ നിങ്ങളാരും അതിലോട്ടൊന്നും പോകുന്നില്ല. അല്ല, ഇപ്പം മെയ് 27, 2022 MM ലോറൻസ്, സഖാവ് MM ലോറൻസ് ആ പോസ്റ്റ് ഇടുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് MM ലോറൻസിൻ്റെ മേധാശക്തി ഉണ്ട്. അദ്ദേഹം തീരെ കിടപ്പിലായിട്ടില്ല, തീരെ വയ്യാതായിട്ടില്ല, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് എഴുത്തിനൊക്കെ ആവതുണ്ട്. ആ സമയത്ത് അദ്ദേഹം എഴുതുന്ന ഫേസ്ബുക്ക് താങ്കൾ പറഞ്ഞുകൊണ്ട് വായിക്കുകയാണേ, ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ് ഞാൻ. എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റു ബന്ധുക്കളുമുണ്ട്. എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിലായിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്നവണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി. ശേഷം എൻ്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിക്ഷോഭിച്ച ആൾ കൂടിയാണ് ആശ. ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാനെത്തിയ പ്രിയ സഖാവ് CN മോഹനൻ, അജയ് തറൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ ആക്ഷേപിച്ചു. അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയുടെ മകനോ നേടിയിട്ടില്ല. എൻ്റെ മറ്റു മക്കൾ എന്നോട് അടുപ്പം പുലർത്തുകയും പരിചരിക്കാൻ തയ്യാറായ ബന്ധുക്കൾ, പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയാണ്. എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ എൻ്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുഷ്പ്രചരണത്തെ അറിയിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2021 ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ പോസ്റ്റിനെ പറ്റിയാണ് താങ്കൾ പറഞ്ഞത്. അത് ലോറൻസ് എഴുതിയ പോസ്റ്റ് അല്ല എന്നാണ് താങ്കൾ പറയുന്നത് ആശ? അതല്ല ഇത്ര നേരം മലയാളത്തിൽ അശ്മിയോട് പറഞ്ഞത്. അശ്മി അത് ശ്രദ്ധിച്ചില്ലേ? എന്നെ വിളിച്ചിരുത്തി അപമാനിക്കാനാണ് ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ച ദിവസം എന്നെ വിളിച്ചിരുത്തി അപമാനിക്കില്ല. താങ്കൾ ഫേസ്ബുക്കിനെ പറ്റി പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല, അത് ഞാൻ പറഞ്ഞു. എന്റെ അപ്പൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അപ്പൻ അറിയാണ്ടാണ് ആ പോസ്റ്റ് ഇട്ടുന്നതെന്നും ഇട്ട വൃത്തിയിട്ടവന്റെ പേര് അരുൺ ആന്റണി എന്നാണെന്നും അവന് ഈ സജീവൻ എന്ന് പറയുന്ന അയാളുടെ ഓഫീസിൽ നിന്ന് ഇതേ കാരണത്താൽ ഇറക്കി വിട്ടെന്നും ഈ പോസ്റ്റ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് അപ്പൻ വിളിച്ചിട്ട് ഇവൻ എടുക്കാണ്ടിരുന്നു. അപ്പൻ പാസ്വേഡ് ചോദിച്ചിട്ട് കൊടുക്കാണ്ടിരുന്നു. ഇത് അപ്പന്റെ മക്കൾക്കും പാർട്ടിക്കാർക്കും അറിയാവുന്ന വ്യക്തമായിട്ടുള്ള കാര്യം. എന്നിട്ടും വീണ്ടും ആ പോസ്റ്റ് ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അശ്മി. എന്നെ വിളിച്ചിരുത്തിയിട്ട് ആ പോസ്റ്റ് വായിച്ചു കേൾപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലായി. ഞാൻ താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ FB പോസ്റ്റ് വായിച്ചാണ് ആശ, അല്ലാതെ ഞാൻ അത് മനഃപൂർവ്വം താങ്കൾ അതിലേക്ക് ഞാൻ എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വായിച്ചത് മാത്രമാണ്. ഈ ആശ ഇത്തരത്തിൽ ഇപ്പോൾ സഖാവ് MM ലോറൻസിൻ്റെ മകൾക്ക് CPMൻ്റെ രീതികൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. താങ്കളുടെ രാഷ്ട്രീയം മാറുന്നെങ്കിൽ അത് അടുത്ത കാലത്ത് മാറുന്ന രാഷ്ട്രീയമാണ്. സഖാവ് ലോറൻസിൻ്റെ ചെറുപ്പകാലത്തെ മുതൽ അടിസ്ഥാനവർഗ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നടത്തുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ലോറൻസിന് വീട്ടിൽ ചെലവഴിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അദ്ദേഹം നാടിന് വേണ്ടി ജീവിച്ച മനുഷ്യർ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. മുതിർന്ന സഖാക്കൾ മരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യമാണ് ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളൊഴുകും ചോരയിലൂടെ എന്നുള്ള മുദ്രാവാക്യം മുതിർന്ന സഖാക്കൾ മരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം അറിയാത്ത ആളല്ല ആശ. അപ്പോൾ ആ മുദ്രാവാക്യത്തിൻ്റെ മറുമുദ്രാവാക്യം വിളിക്കുക. ഞാൻ ചോദിക്കുന്നത് ഔചിത്യമായിരുന്നു, അത് ഒഴിവാക്കേണ്ടതായിരുന്നില്ല ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഇല്ല, ഒഴിവാക്കേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചുകൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ഏത് നേതാവ് മരിക്കുമ്പോൾ ഏറ്റവും അവസാനം പോയി നിൽക്കുന്നത് കുറെ സഖാക്കളാണ്. ഇല്ല മരിക്കുന്ന സഖാത്തികളെ വട്ടം ചുറ്റി നിർത്തിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ വൃത്തിയട്ട രീതിയിൽ എൻ്റെ കണ്ണുകളിൽ നോക്കി വൃത്തിയട്ട രീതിയിൽ നീ പൊടിയുന്ന കണ്ണുകൾ കൊണ്ടും ചുണ്ടുകൾ കൊണ്ടും പറഞ്ഞ ഒരു കൗൺസിലർ ഉണ്ട്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവരെൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ വളരെ സ്നേഹത്തിൽ അഭിനയിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു സഖാത്തിയ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്. ഇല്ല കേൾക്കാമോ? ഇല്ല,
പിതാവ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ തന്നെയാണ് പറഞ്ഞത്. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ അനിയത്തിയാണ് അദ്ദേഹം. ഞാൻ എന്നെ നേരെ വൃത്തികെട്ട രീതിയിൽ നോക്കിയിട്ട് പൊടി എന്നുള്ള അർത്ഥത്തിൽ കണ്ണുകൊണ്ട് കാണിച്ചത് അവരാണ്. അവരിലൂടെ എൻ്റെ അപ്പൻ ജീവിക്കേണ്ടത് എൻ്റെ അമ്മയിലൂടെ. പറയുന്ന രാഷ്ട്രീയ വിയോജിപ്പൊക്കെ ശരി, അതൊരു മുദ്രാവാക്യ രീതിയാണ്. അതല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രിയപ്പെട്ട സഖാവ് മരിക്കുമ്പോൾ അങ്ങനെ വിളിക്കുക എന്നുള്ളത് ഏത് പാർട്ടിയുടെയും ഏത് മുതിർന്ന നേതാക്കൾ മരിക്കുമ്പോഴും അവരുടെ ഓർമ്മകൾ അമരമായി നിൽക്കും എന്നുള്ളത് അതിൻ്റെ ആ പാർട്ടിയുടെ അണികൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. പക്ഷേ ഞാനത് താങ്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഇത് നാളെയും പറയാം. ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ താങ്കൾക്ക് നാളെയും പറയാം. ഈ പറയുന്ന വിയോജിപ്പുകൾ താങ്കൾക്ക് നാളെയും പറയാം. എൻ്റെ ഞാൻ ചോദിക്കുന്നത് സഖാവ് ലോറൻസുമായി എൻ്റെ മാധ്യമപ്രവർത്തനയുടെ തുടക്കകാലത്ത് ഒരുപാട് അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരുപാട് സംസാരിച്ചിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കുന്നത്, എന്നാൽ ഇതൊക്കെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ വരും ദിവസങ്ങളോ മാധ്യമപ്രവർത്തകർ താങ്കളുടെ വാർത്താസമ്മേളനം വിളിച്ചാൽ വരാത്തവരല്ല മാധ്യമപ്രവർത്തകർ, അത് പറയാമായിരുന്നതായിരുന്നില്ല. ഇന്ന് തന്നെ അത് വേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിലിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ കല്ലുകടി മുന്നോട്ടുള്ള വഴികൾ, കോടതി വിധിയൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ ആശ? മകൾക്ക് ഇപ്പോൾ ഔചിത്യമൊന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ അപ്പനെ എനിക്കൊന്നൊരു അന്ത്യചുംബനം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും എടുത്ത് തുറന്ന് തന്നില്ല. ഞാൻ മെനിയാന്ന് രാത്രി 11 മണിക്കാണ് എത്തണത്. അപ്പോഴേക്കും അപ്പച്ചനെ മോർച്ചറിയിലോട്ട് മാറ്റിയിരുന്നു. മോർച്ചറിയിൽ മാറ്റി കഴിഞ്ഞു. ഞങ്ങൾ ക്രിസ്ത്യൻ ഫാമിലിയിലും ഇപ്പോൾ ബ്രാഹ്മിൻസിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരകന്നെയാണ് ഇരിക്കുക. അവർ പിന്നെ മൃതശരീരത്തിൽ തൊട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ ഫാമിലിയിലെല്ലാം കണ്ടിട്ടുള്ള സ്നേഹം ഉണ്ടെങ്കിലും വഴക്കായാലും മരിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് കുറ്റബോധം ഉണ്ടാവും, വഴക്കും സ്നേഹവും എല്ലാം ഉണ്ടാവും. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മ വെച്ച് ചുംബിച്ച് തന്നെയാണ് മക്കളും ഭാര്യയും എല്ലാവരും ഇരിക്കുന്നത്. അതിൽ നിങ്ങളെ ഔചിത്യക്കുറവൊന്നും കാണേണ്ട കാര്യമില്ല. എനിക്കതൊന്നും തുറന്നു തരാനുള്ള മര്യാദ കാട്ടിയില്ല. അത് ഞാൻ ആവശ്യപ്പെട്ടിട്ട് നടത്തി തന്നില്ല. പിന്നെ ഇന്ന് എന്നെ ആഷ്മി ഇത് ജനങ്ങളോട് മുമ്പിൽ വെച്ചിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കാൻ വിളിച്ചു വരുത്തിയതാണോ എന്ന് ഞാൻ വീണ്ടും ഞാൻ ചോദിക്കുക. എഡിറ്റ് ചെയ്യാണ്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യുക. ബിക്കോസ് കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യം ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങൾ സഖാക്കളെയും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കണമെങ്കിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഈ സമയം കളയേണ്ട കാര്യമൊന്നും ആഷ്മിക്ക് ഇല്ലായിരുന്നു. ആഷ്മി പഴയ SFI ആണെന്നൊക്കെ അറിയായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു, എന്നെ വിളിച്ചിട്ട് പഴയ സഖാവിന്റെ അപമാനിക്കാൻ വേണ്ടിയിട്ട് പറയരുതെന്ന്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ SFI. ഞാനങ്ങനെ അപമാനിക്കാനൊന്നും പറയുന്നതല്ല ആശ, താങ്കൾക്കറിയാമോ? ഞാൻ അപമാനിക്കാൻ പറയുന്നതല്ല. താങ്കൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചതാണ്. ഏതെങ്കിലും അപമാനിക്കാൻ എന്ന ഉദ്ദേശവും ലക്ഷ്യമൊന്നും എനിക്കില്ല എന്തായാലും. പിന്നെ പഴയ SFI-കാരന് അല്ല, ഞാൻ വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ അറിയാത്തതുമല്ല. അത് പക്ഷേ ഈ സമയത്ത് പറയേണ്ട മറുപടിയല്ല. കാര്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു സഖാവാണ് ലോറൻസിൻ്റെ മകളാണ് താങ്കൾ. പ്രത്യേകിച്ച് അച്ഛൻ മരിച്ചിരിക്കുമ്പോൾ ഒരു മകളോട് അത്തരത്തിൽ എന്താണ് ആ വ്യക്തിപരമായ രാഷ്ട്രീയ ചൊവ്വയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് ശരിയല്ല എന്ന ഔചിത്യം ഞാൻ തിരിച്ചറിയുന്നു. എന്തായാലും താങ്കളുടെ വേദനയ്ക്കൊപ്പമുണ്ട്. ഇനി എത്ര തർക്കമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും സഖാവ് ലോറൻസിൻ്റെ മകളാണ്, അച്ഛൻ മരിച്ച മകളാണ്. ആ വേദനയ്ക്കൊപ്പം 100% ആ വേദനയ്ക്കൊപ്പം തന്നെയുണ്ട് ആശ. എന്തായാലും സമാധാനമായിരിക്കും. താങ്ക് യു.